ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് നോക്കാം. അപ്പൊ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്, ആരായിരുന്നു എന്നൊക്കെ ഉള്ളതാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവരെ വിട്ട് കളഞ്ഞേക്കുക കേട്ടോ. 2 പൈൽ വെച്ചിട്ടുള്ള റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഇത് കാണുന്നത് അപ്പം നിങ്ങൾക്കത് വാലിഡ് ആണ്. നിങ്ങളുടെ ഒരു കറക്റ്റ് ടൈം, നിങ്ങൾക്ക് ഇത് കാണാനൊരു ടൈം ഉണ്ടാവുക, ഒരു ടൈമിൽ നിങ്ങളുടെ മുന്നിൽ ഇത് എത്തത്തുള്ളൂ. അപ്പൊ നിങ്ങളിത് കാണുക. ഒരു വട്ടം കണ്ട് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇത് കാണാൻ നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ വീണ്ടും നിങ്ങൾ കാണുക കേട്ടോ. 2 പൈലുണ്ട്. ഒന്നാമത്തെ പൈല് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ പൈലും കണ്ടു നോക്കുക. 2 പൈലും കണ്ടു നോക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു പൈല് നിങ്ങൾക്ക് റെസനേറ്റ് ആവും. അപ്പൊ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ആ ബെല്ലൈക്കണൊന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, സാമ്പത്തിക പ്രോബ്ലംസോ അല്ലെങ്കിൽ ജോലി കിട്ടാത്ത സിറ്റുവേഷനോ മാരേജ് നടക്കുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു കാര്യം മുന്നോട്ട് മൂവ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ അതിനൊക്കെയുള്ള സൊല്യൂഷൻസ് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങൾ വാട്സപ്പിൽ വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. വാട്സപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതിയേ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. 2 പൈല് വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക. നല്ല രീതിയിലൊന്ന് മെഡിറ്റേഷൻ അറിയാമെങ്കിൽ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളെ പൈല് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പൊ ഇത് ഒന്നാമത്തെ പൈല്, ഇതാണ് സണ്ണ്. രണ്ടാമത്തെ പൈല് ഈ ഫെദർ ആണ്, വൈറ്റ് ഫെദർ, വൈറ്റ് കണ്ടോ, വെള്ള തൂവൽ. ഇത് സണ്ണാണ്, സൂര്യൻ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, സൂര്യനെയാണോ ഇഷ്ടം, വൈറ്റ് തൂവലാണോ ഇഷ്ടം, നിങ്ങൾ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോ സൂര്യനാണ് ഒന്നാമത്തത്, രണ്ടാമത്തത് തൂവല്. അപ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ പൈല് സെലക്ട് ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ തന്ന ടൈം പോരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക പൈല് കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പൈലിന്റെ റീഡിങ് നോക്കാൻ പോവാണ്. ഒന്നാമത്തെ പൈല് സണ്ണാണ്. Ten of Pentacles, 9 of Swords, 6 of Pentacles, Hermit, Empress, Strength, Lovers. ഇതൊക്കെയാണ് കാർഡുകൾ കേട്ടോ. അപ്പൊ നമുക്ക് റീഡിങ് നോക്കാം. നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സൺ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഒരുപാട് മറ്റുള്ളവരെ ഒരുപാട് സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ഒരുപാട് സന്തോഷമൊക്കെ, സ്നേഹവും സന്തോഷവും ഒക്കെ പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിരിക്കാനാണ് സാധ്യത. അതായത് നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും നിങ്ങൾക്ക് വളരെയധികം സ്നേഹവും അവർക്ക് വേണ്ടുന്ന, അവരുടെ ലൈഫിലേക്ക് വേണ്ടുന്ന സന്തോഷവും വെളിച്ചവും, അതായത് അവരുടെ ലൈഫിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളുടെ അച്ഛന് അമ്മ എല്ലാം ഒരുപക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്തിരുന്ന വ്യക്തികളാണ്. ഒരുപക്ഷെ നിങ്ങളായിരുന്നിരിക്കാം നിങ്ങളുടെ കുടുംബത്തിനെ കെയർ ചെയ്തുകൊണ്ട് പോന്നിരുന്നത്. അതൊരുപക്ഷെ നിങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് കുടുംബത്തിനെ ഒരുപാട് സഹായിക്കുന്ന, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലെ മൂത്ത പുത്രനാവാം, അല്ലെ പുത്രിയാവാം. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ ആയിരിക്കും. ആ ജന്മത്തിൽ നിങ്ങൾ എപ്പോഴും അത് ഫോളോ ചെയ്തിട്ടുണ്ടാവാം. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് തൃപ്തിയാവാത്ത, ആ ജന്മത്തിൽ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാവും. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ ജന്മത്തിലേക്ക് വന്നിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങൾ വീടിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം, സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് അച്ഛനില്ലായിരുന്നിരിക്കാം, അപ്പൊ കുടുംബഭാരം നിങ്ങളുടെ തലയിലായിരുന്നിരിക്കാം.
അപ്പോൾ കുടുംബത്തിന്റെ ഒരു വെളിച്ചമായിരുന്നിരിക്കാം നിങ്ങൾ, കുടുംബത്തിന്റെ വിളക്കായിരുന്നിരിക്കാം, കുടുംബം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് നിങ്ങൾ പ്രയത്നിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഫാമിലി ലൈഫിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ്, അതായത് നിങ്ങൾക്ക് സമയത്ത് മാരേജ് കഴിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാരാബ്ദം കാണാൻ, അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രാരാബ്ദം, കുടുംബഭാരം നിങ്ങളുടെ തലയിലായിരുന്നത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മാരേജ് ഒക്കെ ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും മാരേജ് ലൈഫൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, ഒരുപാട് കരയേണ്ടതായിട്ട് ഒരുപാട് സങ്കടങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ചിലരുടെ കേസിലാണെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിതം മൊത്തം പാഴാക്കി കളയേണ്ടതായിട്ടുള്ള വ്യക്തികളായി തീർന്നിട്ടുണ്ടാവാം. അതിൻ്റെതായിട്ടുള്ള ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ചില വ്യക്തികൾക്ക് അവരുടെ കുടുംബഭാരങ്ങളെല്ലാം ഒഴിഞ്ഞതിന് ശേഷം നല്ലൊരു ഫാമിലി ലൈഫ് അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഇവിടെ കാണുന്നത് കേട്ടോ. നല്ലൊരു ഫാമിലി ലൈഫിലേക്ക് അവർ പോയിട്ടുണ്ടാവാം. നിങ്ങൾ നല്ലൊരു റിച്ച് ആയിട്ടുണ്ട്, നല്ലൊരു റിച്ച് ഫാമിലിയിൽപ്പെട്ടവരായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ മുൻ ജന്മത്തിലെ നിങ്ങൾ. അപ്പോ നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ഭാരങ്ങളും നിങ്ങൾ, അതായത് നിങ്ങളെ മറ്റുള്ളവരെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന വ്യക്തികളായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീർന്നിരുന്ന ഒരു വ്യക്തികളാണ്. ഒരുപാട് മറ്റുള്ളവരെ സഹായിക്കുകയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുകയും നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെയൊക്കെ സഹായിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം. നിങ്ങൾ പോകെ പോകെ നിങ്ങളൊരു നല്ലൊരു റിച്ച് ആയിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നല്ലൊരു റിച്ച് ആയിരിക്കാം. ഒരുപക്ഷെ ആ ഒരു പാരമ്പര്യം ഒരു പാരമ്പര്യത്തിൽ നിങ്ങൾ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക. അതായത് നിങ്ങളുടെ അച്ഛന്റെ ഫാമിലിയും റിച്ച് ആയിട്ടുണ്ടാകും, നല്ല അറിയപ്പെടുന്ന ഫാമിലി ആയിരുന്നിരിക്കാം. അതുപോലെ അമ്മയുടെ ഫാമിലിയും നല്ല റിച്ചായി അറിയപ്പെടുന്ന ഫാമിലിയിൽ ജനിച്ചവരായിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ ജനിച്ചവരായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ജന്മത്തില് നിങ്ങളുടെ ഈ ഒരു ജന്മത്തില് നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം അനുഭവിക്കേണ്ട ഒരു വ്യക്തികളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോയിട്ടൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തികളായി തീർന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ഇവിടെ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ലേഡി ആവാം അല്ലെങ്കിൽ ജെന്റ്സ് ആവാം. നിങ്ങൾ വളരെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്ത് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു അമ്മയാണ് അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു അച്ഛനാണെന്ന് എനിക്കിവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു കൊടുക്കുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു നിയോഗം എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ലവബിൾ ആണ്, വളരെ സ്നേഹമുള്ള വ്യക്തികളായിട്ടാണ്. എല്ലാവരെയും നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്നവരാണ്. നിങ്ങളെയും എല്ലാവർക്കും വളരെയധികം സ്നേഹമുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ ആയിരുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഇടയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു പാർട്ട്ണറെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ കണ്ടുമുട്ടേണ്ടതായിട്ടൊരു അവസ്ഥ വരുമെന്ന് എനിക്ക് തോന്നുന്നു. ലവേഴ്സ് കാർഡ്, ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞൊരു ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ അതായത് നിങ്ങളുടെ ഭർത്താവിനെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറെ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ ഒരു ലൈഫിന്റെ വാർദ്ധക്യമാകുന്നതിന് മുൻപേ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. എല്ലാവർക്കും അല്ല, ചില വ്യക്തികൾക്ക്. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു ഹെർമിറ്റ് മോഡിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു സന്യാസി ലെവലിലേക്ക് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ ഒരു യോഗമുണ്ട്. അതായത് ഇതൊരു സോൾമേറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ഒരു പുനർജന്മം നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു ജോഡിയെ, ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം കൂടെയാണ് ഈ ഒരു ജന്മം എന്നാണ് എനിക്ക് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തില് നിങ്ങളുടെ ലൈഫില് റിയൽ പാർട്ട്ണറെ തന്നെ മാരേജ് കഴിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിലും നിങ്ങളുടെ പാർട്ട്ണറെ നഷ്ടപ്പെട്ട ഒരു ഹെർമിറ്റ് എന്നൊരു മൂഡിൽ ഈ ഒരു അവസ്ഥയിൽ തനിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്നുണ്ടാവാം.
നിങ്ങളുടെ ഒരു ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവാം. നിങ്ങൾ തമ്മിൽ ഈ ഒരു ജന്മത്തിൽ ഒരു മാരേജ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഇപ്പൊ തനിച്ചായിട്ട് വന്നിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൈഫ് മരിച്ചിട്ടുണ്ട്, നിങ്ങൾ തനിച്ചായിട്ടിരിക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു വ്യക്തിയെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടാനുള്ള ഒരു അവസരമാണെന്നാണ്. ആ ഒരു വ്യക്തിയെ കണ്ടെത്താനുള്ള ഒരു അവസരം. ലവേഴ്സ് കാർഡ് ഒരു സോൾമേറ്റ് കാർഡാണ്. ആ വ്യക്തിയുമായിട്ടുള്ളൊരു ലൈഫ് ജീവിച്ചു തീർക്കാൻ നിങ്ങൾക്ക് ബാക്കി കിടപ്പുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, ആ ഒരു വ്യക്തി ഈ ഒരു ജന്മത്തിലും എവിടെയോ ജനിച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ അപ്രതീക്ഷിതമായ ആ ഒരു വ്യക്തിയെ നിങ്ങളെ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവമായിട്ട് നിങ്ങളെ കണക്റ്റഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ജന്മ ഉദ്ദേശം പൂർത്തിയാക്കാൻ കഴിയാതെ നിങ്ങൾക്ക് പോവേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജന്മത്തിലൂടെ നിങ്ങളുടെ ഒരു ജന്മ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോ ഈ ഒരു ജന്മത്തിൽ ജനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറെ നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും, നിങ്ങൾ ഒന്നിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒരുപാട് യാത്ര ഇഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലും ഒരുപാട് യാത്ര ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് നിങ്ങൾ കടലിലൂടെയും കരയിലൂടെയും ഒക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിദേശത്തൊക്കെ നിങ്ങൾ ഒരുപാട് വിമാനത്തിലും അതായത് ഫ്ലൈറ്റിലൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ വിദേശത്തായിരിക്കാൻ താമസിച്ചിട്ട് വിദേശത്ത് ആയിരിക്കാൻ ജീവിച്ചിരുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയെങ്കിലും ജീവിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രിയിലേക്കൊക്കെ പോകാനും ഫാമിലി ആയിട്ട് തന്നെ അവിടെ നിങ്ങൾക്ക് ജീവിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചിലർക്ക് ഇനിയും ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് യാത്രകൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഷിപ്പിലോ ബോട്ടിലോ ഒക്കെ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതുണ്ട് യാത്രയുടെ കറക്റ്റ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളൊരു ട്രാവലർ ആകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരു രാജ്യത്തു നിന്ന് പല രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ യാത്ര ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ യാത്രയെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ഡ്രീം തന്നെ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ളതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു ഡ്രീം ഉള്ളവരെ എനിക്ക് ഇതിൽ കാണുന്നുണ്ട്. അതായത് ട്രാവൽ ചെയ്യാനുള്ളൊരു ഡ്രീം ആയിട്ടുള്ളവരെ കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങളുടെ ജോലി ഒരുപക്ഷെ ഈ ഒരു ട്രാവൽ ചെയ്തുകൊണ്ടുള്ള ജോലി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അത് നിങ്ങളുടെ ഒരു ഡ്രീം, കഴിഞ്ഞ ജന്മത്തിലെ നിങ്ങളുടെ പൂർത്തിയാക്കാൻ പറ്റാത്തൊരു ഡ്രീം ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലും അങ്ങനെ ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. തനിച്ച് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കാം. തനിച്ച് സഞ്ചരിക്കാനും തനിച്ചിരിക്കാൻ ഇവിടെ തനിച്ചിരിക്കാനും തനിച്ച് യാത്ര ചെയ്യാനും ഒക്കെ ഒറ്റയ്ക്ക് നടക്കാൻ ആഗ്രഹിക്കുന്നവരാവാം. ഒരുപാട് ഡ്രീം ഉള്ളവരായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ വളരെ സ്ട്രോങ് ആണെന്നാണ് എനിക്ക് കാണുന്നത്. പിന്നെ നിങ്ങളൊരു ഇവിടെ ഒരുപക്ഷെ നിങ്ങളൊരു മാജിക്കൽ പവർ ഉള്ള വ്യക്തികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ കഴിവുള്ളവര്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നവരായിരിക്കും. നിങ്ങളിലൊരു മാജിക്കൽ പവർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ നിങ്ങളൊരു ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളൊരു ജോത്സ്യനാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവാം. മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ പറ്റുന്നത്, മറ്റുള്ളവരുടെ ഏതൊരു പ്രശ്നം, മാനസികവും ശാരീരികവുമായിട്ടുള്ള ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ ഒരു പ്രീസ്റ്റ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആയിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ ഒരു മാജിക്കൽ പവർ ഉണ്ട്. ഈ ഒരു ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു രീതി ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അസ്ട്രോളജിയോ ടാരോട്ട് റീഡിങ്ങോ അല്ലെങ്കിൽ അതുപോലെ ജ്യോതിഷം ആ രീതിയിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ ഒരുപാട് താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ട് കൂടെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആണ്. നിങ്ങൾ ഒരുപാട് എന്താ പറയുക
നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ മതപരമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ക്രിസ്ത്യൻ പ്രീസ്റ്റോ അല്ലെങ്കിൽ ഹിന്ദു പ്രീസ്റ്റോ അങ്ങനെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ടീച്ചർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന വ്യക്തികളായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ ബാല്യകാലം മുതൽ നിങ്ങൾ കൂടുതലായിട്ട് മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ഈ ഒരു ജന്മത്തിൽ കൂടുതലും ദൈവത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്നവരായിട്ടാണ് എനിക്ക് കാണുന്നത്. ചില വ്യക്തികളുടെ ഒരു റീഡിങ് അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിലേത് പലതും നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഫോളോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയാത്തത് ഈ ജന്മത്തിൽ നിങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം എടുത്തിരിക്കുന്നതെന്നാണ് എനിക്കിവിടെ കാണുന്നത്. നിങ്ങൾക്ക് മൃഗങ്ങളെയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ വീട്ടില് ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പശുവോ ആടോ അങ്ങനെയൊക്കെ ഒരുപാട് മൃഗങ്ങളൊക്കെയുള്ള ഒരു കൂട്ടുകുടുംബമായിരുന്നിരിക്കാം നിങ്ങളുടെ. അങ്ങനെ ഒരു കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ കുടുംബത്തിൽ ജനിച്ച, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ പാരമ്പര്യം അങ്ങനെ ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചില വ്യക്തികള് അങ്ങനെ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കാര്യം നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടാവാം. ഒരു കൂട്ടുകുടുംബ രീതിയിൽ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു രീതി തന്നെ നിങ്ങൾ ഈ ഒരു ജന്മത്തിലും നിങ്ങളുടെ കുടുംബം അങ്ങനെ ആയിരുന്നിരിക്കാം, കൂട്ടുകുടുംബമായിരുന്നിരിക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് മൃഗങ്ങൾ, പശുവും ആടും കിളികളും ഒക്കെ ആയിട്ടുള്ളൊരു കുടുംബ പശ്ചാത്തലമായിരുന്നിരിക്കാം നിങ്ങളുടേതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ കുടുംബത്തില് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടില് ബോട്ട് ഉണ്ടായിരുന്നിരിക്കാം. നിങ്ങളുടെ വീട് ആറിന്റെ കരയിലായിരുന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. പാടങ്ങളും ആറും നിങ്ങളുടെ വീട്ടിലെ വള്ളങ്ങളും ബോട്ട് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ളതൊക്കെ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അത് നിങ്ങൾ ഈ ഒരു ജന്മത്തിലും ഫോളോ ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് പ്രാവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ക്രിസ്തു മതത്തിൽ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിരുന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ജന്മത്തില്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾ ഹിന്ദുവായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ നിങ്ങൾ ക്രിസ്ത്യൻ മതത്തിനോട് ഒരുപാട് താല്പര്യമുള്ളതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഹിന്ദുമതം ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ജന്മത്തില്. നിങ്ങൾ ചിലര് പ്രാവിനെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമല്ല, പക്ഷികളെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതായിട്ടാണ് കാണിക്കുന്നത്. വളരെ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് നിങ്ങളെ കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിൽ ക്രിസ്ത്യൻ മതത്തില് ജനിച്ചവരെ ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് താല്പര്യം കാണിക്കുന്നുണ്ടാവും. അതുകൊണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ ഹിന്ദു മതത്തിലുള്ളവരായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങൾ ജനിച്ചത് ക്രിസ്തു മതത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഹിന്ദു മതത്തിനോട്, ഹിന്ദു ദൈവങ്ങളോടൊക്കെ, കൃഷ്ണൻ, ശിവൻ, അങ്ങനെ ഹിന്ദു മതത്തിലുള്ള ദൈവങ്ങളോട് വളരെയധികം താല്പര്യമുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ മുസ്ലിം മതത്തിൽ അല്ലെങ്കിൽ മുസ്ലിം ജനിച്ചവരായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ഹിന്ദു മതത്തിനോടോ അതുപോലെ ക്രിസ്ത്യൻ മതത്തിനോടോ കൂടുതൽ സ്നേഹമുള്ളതായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തു ദൈവങ്ങളോടോ ഹിന്ദു ദൈവങ്ങളോടോ കൂടുതൽ താല്പര്യമുള്ളവരായിട്ട് കാണുന്നുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ പൂർവികര്, ഇപ്പൊ നിങ്ങൾ മുസ്ലിം ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികര് ഹിന്ദുക്കളോ ക്രിസ്ത്യൻസ് ഒക്കെ ആയതുകൊണ്ടാവാം. അതുപോലെ തന്നെ അങ്ങനെ തിരിച്ചാവാം, അല്ലെങ്കിൽ യൂറോപ്യൻസ് ആയിരുന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ യൂറോപ്പിൽ ജീവിച്ചിരുന്ന വ്യക്തികളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. യൂറോപ്യൻസ് ആ ഒരു രീതിയിൽ ജീവിച്ചിരുന്നവരായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ജന്മത്തില് ഇന്ത്യൻ സംസ്കാരത്തില് ജനിച്ചിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ മലയാളികളായിട്ട് വന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ചില കാർഡുകൾ കാണുന്നുണ്ട്. നിങ്ങൾ ഹിമാലയത്തിലൊക്കെ യാത്ര പോകാൻ ആഗ്രഹിച്ചിരുന്നവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഹിമാലയത്തിലോ അല്ലെങ്കിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരുപക്ഷെ ഈ ജന്മത്തിൽ നിങ്ങൾ ഹിമാലയത്തിലോ അല്ലെങ്കിൽ പർവ്വതങ്ങളോ ഒരുപാട് കുന്നുകളും മലകളും ഉള്ളിടത്തേക്കൊക്കെ യാത്ര പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഒരു കഴിഞ്ഞ ജന്മത്തിൽ പൂർത്തിയാക്കാത്ത എന്തെങ്കിലും ഒരു ജീവിത ലക്ഷ്യങ്ങളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നിങ്ങൾ സുഖമില്ലാതെ വീൽ ചെയർ ഇരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. വീൽ ചെയർ ഉപയോഗിച്ച് നിങ്ങൾ ജീവിതം തള്ളി നീക്കുന്ന വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു
അപകടങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ജന്മ പാപം കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും എന്താ പറയുക ഒരു പൂർവികരായിട്ടുള്ളവർ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജന്മം ഒരുപക്ഷെ ഈ ഒരു ജന്മത്തുണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ചില വ്യക്തികൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്, അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ സാധാരണ നിലയിലേക്ക് വരാൻ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള വ്യക്തികളായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി മാറാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തില് ഒരുപക്ഷെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും മോശമായ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു ജന്മത്തിൽ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു പാപം, നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്തെങ്കിലും പാപത്തിന്റെ ഒരു ഫലമായിട്ടാവാം ഈ ഒരു ജന്മം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു പക്ഷെ വരാം. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അവസ്ഥ ആ ഒരു പാപത്തിന്റെ നമുക്കൊരു കാലാവധി ഉണ്ടാകുന്ന ഒരു കാലാവധി വരെ നമ്മളത് നമ്മുടെ ആ ഒരു പാപത്തിന് വേണ്ടി നമ്മൾ അനുഭവിച്ച് ജീവിച്ച് തീർക്കേണ്ടതുണ്ട്. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ ജനിക്കുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ മാതാപിതാക്കൾ ആരെങ്കിലും ചെയ്ത തെറ്റിന്റെ ഫലം, മറ്റുള്ളവരോട് ചെയ്ത തെറ്റിന്റെ ഫലവും ഒരുപക്ഷെ നിങ്ങൾക്ക് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ പൂർവികരായിട്ടുള്ളവര് എന്തെങ്കിലും ചെയ്ത തെറ്റുകളുടെ ഫലവും നിങ്ങൾക്ക് അനുഭവിച്ച് തീർക്കേണ്ടതായിട്ട് വരും. ആ ഒരു രീതിയിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും സഹിക്കാൻ വയ്യാത്ത ദുഃഖങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അതിലൊരു കാര്യം തന്നെയാണ് ഇതും. ആ ഒരു രീതിയിൽ കടന്നു പോകുന്നവരുണ്ട്. അപ്പോ ഒരുപക്ഷെ നിങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ടും ഒക്കെ വരും. പക്ഷെ ആ ഒരു സമയം നിങ്ങൾ തരണം ചെയ്തു. ആ ഒരു സമയം അതിനൊരു കാലാവധി ഉണ്ടാവാം. യൂണിവേഴ്സ് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലാവധി ഉണ്ട്. ആ ഒരു കാലാവധി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ആ ഒരു ഇതിലോട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ കടന്നു പോകുക. ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താണോ ഡ്രീം ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഡ്രീം എന്താണോ ആ ഒരു ഡ്രീമിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പോകാൻ കഴിയും എന്നുള്ളതാണ് കാണിക്കുന്നത്. പക്ഷെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് എത്രയോ വലിയ ദുഃഖങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ എത്രത്തോളം ദുഃഖം നിങ്ങൾ ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് നിങ്ങൾ ഈ ഒരു പ്രശ്നം, ഈ ഒരു സങ്കടങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖങ്ങൾ ദൈവം തരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരു മാജിക്കൽ പവർ ഉണ്ടാവും. നിങ്ങൾക്ക് മുന്നിൽ ഒരു വലിയൊരു മിറാക്കിൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു വലിയൊരു മിറക്കൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരായിട്ട് ചെയ്തതിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ചെയ്തതിൻ്റെതായിട്ടുള്ള പാപത്തിന്റെ ഫലം ഒരുപക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകും. തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളിപ്പം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാർത്ഥനയോടെ തന്നെ ആ ഒരു സമയത്തെ കടന്നു പോകാൻ അനുവദിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഒരു ഹെർമിറ്റ്, അല്ലെങ്കിൽ ദൈവത്തോട് വളരെയധികം അടുത്ത് നിങ്ങൾ കഴിഞ്ഞു പോവേണ്ടതുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു മിറക്കിൾ നിങ്ങൾക്കായിട്ട് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ കിട്ടിയിട്ടുള്ളത് കേട്ടോ. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നോ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിട്ട് തന്നെയാണ് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ നിങ്ങൾ ഒരുപക്ഷെ മരണപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു മരണം നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ലവ് പൂർത്തിയാക്കാൻ കഴിയാതെ നിങ്ങൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ കൂടിച്ചേരും. നിങ്ങളുടെ രണ്ട് വ്യക്തികൾ ഈ ഒരു ജന്മം കൂടി ചേരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു ജന്മം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫാമിലി ലൈഫിലും ഈ ഒരു ഇപ്പോഴത്തെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാവാം, നിങ്ങൾ ഡിവോഴ്സ് ആവാം, അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടാവും, വൈഫ് മരിച്ചിട്ടുണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജന്മം നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലെ ആ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവ് പാർട്ട്ണർ, ആ ലവർ ഈ ഒരു ജന്മത്തിൽ നിങ്ങളുടെ കൂടെ ചേരാൻ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിച്ച നിങ്ങൾക്ക് ആ കൂടിച്ചേരലുണ്ട്. അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങളത് പൂർത്തിയാക്കും.
ഈ ഒരു ഫസ്റ്റ് പൈല് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിൽ എനിക്ക് കാണാനുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുള്ളവരൊന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് പൈലിന്റെ റീഡിങ് നോക്കാം. സെക്കൻഡ് പൈലിന്റെ തൂവൽ, ഫെദർ, ഡെത്ത് ആൻഡ് റീബർത്ത്. ഇതാണ് രണ്ടാമത്തെ പൈല് കേട്ടോ, സെക്കൻഡ് പൈല്. ഇതിപ്പോ ഫെദറാണ്. നിങ്ങളുടെ ഒരു ഡെത്ത് അവസാനിച്ച്, നിങ്ങളുടെ ഒരു ഡെത്ത് അവസാനിച്ചിട്ട് ഒരു റീബർത്ത് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. റീബർത്ത്, നിങ്ങളൊന്ന് പുനർജനിച്ചിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ചിലര് വൈറ്റ് കളർ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാവാം, തൂവൽ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാവാം. നിങ്ങൾ വളരെ പരിശുദ്ധരായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സത്യസന്ധരായിട്ടുള്ള വ്യക്തികളാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെയധികം സത്യസന്ധരായിട്ടുള്ളവരായിരിക്കും. ഇപ്പൊ നിങ്ങള് മറ്റുള്ളവർക്ക് ഒരുപാട് സ്നേഹവും മറ്റുള്ളവരോട് മറ്റുള്ളവർ എന്ത് ചെയ്താലും ക്ഷമിക്കാനുള്ള മനസ്സുള്ളവരും ഒരുപാട് സ്നേഹിക്കുന്നവരും നല്ല സത്യസന്ധരായ നല്ല മനസ്സുള്ള വ്യക്തികളായിട്ട് എനിക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ. കിങ് ഓഫ് കപ്സ്, ജെൻസ് ആൻഡ് ലേഡീസിനെയാണ് പറയുന്നത്. നല്ല വ്യക്തികളാണ്, നല്ല സ്നേഹമുള്ള വ്യക്തികൾ, മറ്റുള്ളവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തികളെ കാണുന്നുണ്ട് ഇവിടെ. ഈ ജന്മത്തില് എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ഡോക്ടറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരു ഡോക്ടർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കൊരു ഡോക്ടർ ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നിട്ട് അത് നടന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലെ നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഒരു ഡോക്ടർ ആവണം എന്നായിരിക്കാം. അപ്പൊ ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരുപക്ഷെ പ്രയത്നിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം പൂർത്തിയാക്കാൻ പോകുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം, ഒരു ആയുർവേദ ഡോക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ഡോക്ടർ ആയിരിക്കാം. MBBS ഒക്കെ കഴിഞ്ഞ് നല്ലൊരു ഡോക്ടർ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർ ആവാനായിട്ട് റെഡി ആവുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഒരുപക്ഷെ നേഴ്സും ആയിരിക്കാം. ഒരു നേഴ്സ്, അതായത് മറ്റുള്ളവരെ ഹീൽ ചെയ്യുന്ന മരുന്നുകളുമായിട്ട് ഇടപഴകുന്ന മെഡിസിനുമായിട്ട് ഇടപഴകുന്നവരാവാം. ഹോമിയോ ഡോക്ടർ ആവാം, ഏത് രീതിയിലാവാം, ആയുർവേദ ആവാം, ഹോമിയോ ആവാം, ഏത് രീതിയിലായി നിങ്ങളൊരു ഡോക്ടർ ആവാം, നേഴ്സ് ആവാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വെൽനെസ് പ്രോഡക്ട്സ് സെയിൽ ചെയ്യും, അത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്ത് മറ്റുള്ളവരെ ഹീല് ചെയ്യുന്ന വ്യക്തികളാവാം. ഒരുപാട് പേരെ നിങ്ങൾ ഹീല് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ചെയ്യുന്ന വ്യക്തികളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വെൽനെസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ വെൽനെസ്സിലും ഇൽനെസ്സിലും പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിലായിരുന്നിരിക്കാം. നിങ്ങൾ ഡോക്ടർ ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ നേഴ്സ് ആയിരുന്നിരിക്കാം. അതുപോലെ നിങ്ങൾ ഈ ഒരു ജന്മത്തിലും തുടരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ സാധ്യമാകാത്തത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ഗാർഡനിങ് ഒരുപാട് ഇഷ്ടമുള്ളവരാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃഷി ഒരുപാട് ഇഷ്ടമുള്ളവരാണ്. അത് നിങ്ങൾ ഈ ഒരു ജന്മത്തില്, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ കുടുംബം കൃഷിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കുടുംബമായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഗാർഡനിങ്ങും കൃഷിയും ഉള്ള ഒരു കുടുംബമായിരുന്നിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗാർഡനിങ്, അതായത് പൂന്തോട്ടമൊക്കെ ഭയങ്കര ഇഷ്ടം, പൂക്കളെ ഇഷ്ടമാണ്. കൃഷി, പച്ചക്കറികളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോട്ടങ്ങളൊക്കെ ഉണ്ടാവാം, കൃഷിത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവാം. നെൽകൃഷിയൊക്കെ ഉള്ളവരായിരുന്നിരിക്കാം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് അതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. ഈ ഒരു ജന്മത്തിൽ നിങ്ങളെ നെൽകൃഷിയൊക്കെയുള്ള അല്ലെങ്കിൽ കൃഷിക്കാരന്റെ മകളായിട്ട് ജനിച്ചിട്ടുണ്ടാവാം, മകനായിട്ട് ജനിച്ചിട്ടുണ്ടാവാം. ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ അതൊക്കെ ഫോളോ ചെയ്തു വരുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ചില വ്യക്തികള് ഈ ഒരു ജസ്റ്റിസ്, നീതിന്യായം നടത്തുന്നവർ, പക്ഷെ കോടതി, നിങ്ങൾ വക്കീലാവാം, കോടതിയായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാകാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കാണുന്നവര് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ആയിരുന്നിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വക്കീലോ പോലീസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ കോടതിപരമായിട്ടുള്ള ജോലിയിലൊക്കെ ഉണ്ടായിരുന്നവരായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള ഒരു മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്ന രീതിയിൽ
നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഒരുപക്ഷെ ആ രീതിയിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ വക്കീലാവണമെന്നോ പോലീസ് ആവണമെന്നോ പട്ടാളക്കാരനാകണം എന്നൊക്കെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തില്, കഴിഞ്ഞ ജന്മത്തിലെ ആഗ്രഹം പൂർത്തിയാക്കാൻ കഴിയാതെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ആ ഒരു ആഗ്രഹമൊക്കെ പൂർത്തിയാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു മനസ്സിലെ സ്വപ്നം അതായിരുന്നിരിക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ ഈ ഒരു മേഖലയിൽ ഏതിലെങ്കിലും നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവാം, ഈ ഒരു മേഖല തിരഞ്ഞെടുത്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ ഒരു മേഖലയിൽ ജോലിയുള്ളവരായിരുന്നിരിക്കാം കഴിഞ്ഞ ജന്മത്തിൽ. അതിന്റെ തുടർച്ചയായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങൾ അവർക്ക് പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് ആശ്വസിക്കാൻ കഴിയുന്ന വ്യക്തികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹൈ പ്രീസ്റ്റസ് എനർജി കാണുന്നുണ്ട്. നിങ്ങൾ പലരും ഒരു പക്ഷെ ടീച്ചർമാരാവാമെന്ന് എനിക്ക് തോന്നുന്നു. മറ്റുള്ളവരെ ഏത് രീതിയിലുള്ള ടീച്ചർ ആയാലും നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, പല കാര്യങ്ങളും പഠിപ്പിക്കാനായിട്ട്, അതായത് ഹീല് ചെയ്യാനായിട്ട് നല്ലത് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ്. ഏതൊരു മേഖലയിലായാലും നിങ്ങൾക്കൊരു ടീച്ചിങ് പ്രൊഫഷൻ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അത് തുടർന്ന് ആ ഒരു ടീച്ചിങ്, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ടീച്ചർ, നിങ്ങളുടെ അമ്മ ടീച്ചർ ആയിരുന്നിരിക്കാം, അച്ഛൻ അല്ലെങ്കിൽ ടീച്ചർ ആയിരുന്നിരിക്കാം, അങ്ങനെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കുടുംബത്തിലൊരു പാരമ്പര്യം ഉണ്ടായിരുന്നിരിക്കാം. അല്ല അത് കണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകാതിരുന്ന ഒരു സ്വപ്നം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ പൂർത്തിയാക്കുന്നതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു പ്രൊഫഷൻ ആയിരിക്കാം, അതുകൊണ്ട് തന്നെ അത് ഈ ജന്മത്തിൽ ഫോളോ ചെയ്യും. അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് അതൊരു സ്വപ്നമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ഈ ഒരു ജന്മം നിങ്ങൾ ആ ഒരു സ്വപ്നത്തിനെ സാക്ഷാത്കരിക്കാനായിരിക്കും നിങ്ങൾക്ക് തോന്നുക. അതായത് നിങ്ങളുടെ മനസ്സിലെപ്പോഴും ആ ഒരു, ഇപ്പൊ എനിക്ക് ടീച്ചർ ആകുന്നതാണ് ഇഷ്ടം എന്നുള്ള ആ ഒരു, നിങ്ങൾക്ക് ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഇഷ്ടം, അതായിരിക്കും നിങ്ങളുടെ ഒരു അംബീഷനായിട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഫീല് ചെയ്യാനൊക്കെ നല്ല കഴിവുള്ളവരാണ്. നിങ്ങൾ ഡിവൈൻ കണക്റ്റഡ് ആണെന്നാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ ദൈവവുമായിട്ട് വളരെയധികം ചെറുപ്പം തൊട്ടേ വളരെയധികം ദൈവത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തികളായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫില് ഒരുപാട് ബർഡൻ നിങ്ങൾക്കുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ഈ ഒരു ജന്മത്തിലും ഒരുപക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് തരണം ചെയ്ത് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ, ഫുള്ള് പ്രശ്നങ്ങളായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ കഴിഞ്ഞ ജന്മം ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിക്കാതെ ജീവിച്ച വ്യക്തികളായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് പ്രശ്നങ്ങളെ പെട്ടിട്ടോ കുടുംബഭാരം മൂലമോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചിരുന്ന വ്യക്തികളായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഒരുപാട് കുടുംബഭാരം ചുമലിലേന്തി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്ന, നിരാശയിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്ന ചില വ്യക്തികളായിരിക്കാം എനിക്കൊരു പക്ഷെ നിങ്ങളെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിച്ചു വന്നിട്ടുണ്ട്. ഡിവൈൻ കണക്റ്റഡായി ഒറ്റയ്ക്ക് ജീവിച്ചു വന്നിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടാവാം. സ്വന്തമായി നിങ്ങൾ അധ്വാനിച്ച് ഏൺ ചെയ്ത് നല്ല രീതിയിലേക്ക് ജീവിതം പടുത്തുയർത്തിക്കൊണ്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷികളെയൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ വീട്ടിൽ പക്ഷികളെ വളർത്തുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. പൂന്തോട്ടവും പക്ഷികളും ഒക്കെ ഉണ്ട്. നല്ല സുന്ദരികളായിട്ടുള്ള ലേഡീസ് ആയിട്ടുള്ള നിങ്ങൾ വളരെ സുന്ദരികളാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. വളരെ സുന്ദരികളായിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ വളരെ സുന്ദരന്മാരായിട്ടുള്ളവരാകാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ വളരെ റിച്ച് ആയിട്ടുള്ള, നല്ല ധനികരായിട്ടുള്ള, വളരെ നല്ല രീതിയിൽ സാമ്പത്തികമുള്ള കുടുംബത്തെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ വളരെ സാമ്പത്തികമുള്ള കുടുംബത്തെ ആണ്, പക്ഷെ നിങ്ങൾ ഹാപ്പി അല്ലെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ ഹാപ്പി ഇല്ലാതെ ജീവിക്കുന്നവരായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ അങ്ങനെ ആയിരുന്നു. നിങ്ങളുടെ ഒരു കഴിഞ്ഞ ജന്മത്തിൻ്റെതായിട്ടുള്ള തുടർച്ചയാണിത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഒരുപക്ഷെ നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലിയിലായിരുന്നിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെതായിട്ട് നിങ്ങൾ ഈ ഒരു ജന്മത്തിലും നിങ്ങൾ ഒരു റിച്ച് ആയിരിക്കാം, റിച്ച് ആയിട്ടുള്ള ഫാമിലി. പക്ഷെ എനിക്ക് തോന്നുന്നത് കടലിനക്കരയിലേക്കാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കടലിനക്കരയിലേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് വിദേശത്ത് ജോലി ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വളരെ സാഡാണ്, വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്കൊരു യാത്രയുണ്ട്, ഇവിടെ ഒരു യാത്രയുണ്ട്, നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ യാത്രയുണ്ട്.
പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് വിദേശത്തുള്ള ഏതെങ്കിലും ഒരു പൗരനെ ആയിരിക്കാം നിങ്ങൾക്ക് മാരേജ് കഴിക്കേണ്ടതായിട്ട് വന്നിരിക്കുന്നത്. വിദേശത്തായിരുന്നിരിക്കാം നിങ്ങൾ ജനിച്ചത്, വിദേശത്താണ് നിങ്ങൾ ജീവിച്ചത്. പക്ഷെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ഇവിടെ ജനിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ ഒരു വ്യക്തി വിദേശത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടേക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുന്നു, നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്ക് കാണുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനല്ല, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ മാരേജ് കഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു വ്യക്തി, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വ്യക്തി ഒരുപക്ഷെ വിദേശത്തായിരിക്കാമെന്ന് എനിക്ക് തോന്നി. ഇപ്പം ആ ഒരു വ്യക്തിയെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു ജന്മത്തിൽ നിങ്ങളൊരു വളരെയധികം ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ പൂർവികരായിട്ടുള്ള നിങ്ങളുടെ മുത്തശ്ശി അങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു സന്യാസി ആയിരുന്നിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ മരിച്ചുപോയ മുത്തശ്ശിയൊക്കെ മരിച്ചുപോയവര്. അപ്പൊ അവരുടെ ഒരു ജന്മ പാരമ്പര്യം നിങ്ങൾ തുടർന്നതാവാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സന്യാസിനിയായിട്ട് ജീവിച്ചവരായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഇവരുടെ കുടുംബത്തിൽ വളരെയധികം വളരെ നല്ല രീതിയിൽ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബന്ധം ഉള്ളൊരു കുടുംബമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു ജന്മം, നിങ്ങളുടെ ഒരു ജന്മം, നിങ്ങൾ വളരെ ഒരു സന്യാസി അല്ലെങ്കിൽ സന്യാസിനി ആയിട്ട് ഇപ്പൊ ജീവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു പാരമ്പര്യം പോലെ നിങ്ങൾക്ക് തുടരേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ പൂർവികരുടെ ഒരാഗ്രഹം നിങ്ങളായിട്ടത് പൂർത്തിയാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഡിവൈൻ കണക്റ്റഡ് ആയിട്ടൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നിരിക്കും എന്നിരിക്കുന്നു. ദൈവത്തോട് വളരെയധികം കണക്റ്റഡ് ആയി ജീവിക്കുന്നവരായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾ വളരെയധികം ശിവഭക്തരാണെന്ന് എനിക്ക് കാണുന്നുണ്ട്. ശിവഭഗവാനെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. ശിവപാർവതിമാരെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്ത്യനാണെന്ന് തോന്നുന്നു. എന്നിട്ടും നിങ്ങൾക്ക് ശിവനെയും പാർവതി ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ആ ഒരു രീതിയിൽ ആരൊക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യനായിട്ട് ഇരുന്നിട്ട് ശിവനെയോ പാർവതിയെയോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മം ഒരു ഹിന്ദുവായിട്ടായിരുന്നു ജനിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം വന്നത്. ഏതെങ്കിലും ഒരു വലിയൊരു ഹിന്ദു കുടുംബത്തിലായിരിക്കാം, അറിയപ്പെടുന്ന ഒരു ഹിന്ദു കുടുംബത്തിലായിരിക്കും നിങ്ങൾ ജനിച്ചത്. അതിന്റെ തുടർച്ചയായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജന്മത്തിൽ ഇപ്പം വളരെയധികം ഹിന്ദു ആ ഒരു മതത്തിനോട് വളരെയധികം ഹിന്ദു ദൈവങ്ങളോട് വളരെയധികം ഇഷ്ടം തോന്നുന്നു എനിക്ക്. നിങ്ങളുടെ പുനർജന്മം എന്ന് പറയുന്നത് ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജനിച്ചിട്ടുണ്ടാവാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനും നിങ്ങൾക്കൊരു നിയോഗമുള്ളതായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങൾ മാരേജ് കഴിക്കാതെ ഒരു സന്യാസിനിയായിട്ട് ജീവിച്ചു തീർക്കുന്ന വ്യക്തികളെയും കാണുന്നുണ്ട്. ആ ഒരു ലെവലിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ആൻസിസ്റ്ററിന്റെ ഒരു പവറാണ്, അത് നിങ്ങൾക്കായിട്ട് ലഭിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു സിറ്റുവേഷൻ കുടുംബത്തിൽ ആർക്കൊക്കെയോ ലഭിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളുടെ പൂർവീകരായിട്ടുള്ള ആരെങ്കിലും ഒരു സന്യാസിനി അല്ലെ ഒരു സന്യാസിനിയായിട്ടൊക്കെ ആയിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ അവരുടെ തുടർച്ചയായിട്ട് നിങ്ങൾ മാറണമെന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്തെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാവാം ചിലർക്ക് മാരേജ് നടക്കാതെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പോഴും കഴിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കാരണം കൊണ്ടാവാം. ഒരു സന്യാസി എന്ന രീതിയിൽ അല്ലെങ്കിൽ മാരേജ് കഴിക്കാതെ ജീവിച്ചു പോകേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം. അതൊരു നിങ്ങളുടെ ഒരു പൂർവ്വ ജന്മത്തിലുള്ള എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിന്റെ നിങ്ങളുടെ പൂർവ്വ ജന്മത്തിലെയോ എന്തെങ്കിലും ഒരു നിയോഗമായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനെ ജീവിക്കണം എന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ ഡ്രീം ലൈഫ്, നിങ്ങളുടെ ഡ്രീം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേർണി ആയിട്ട് ഈ ഒരു ലൈഫിൽ നിങ്ങൾ പുനർജനിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എന്തൊക്കെയോ ഡ്രീംസ് ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് ആഗ്രഹിച്ച്
ഇരുന്നിരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നിങ്ങളുടെ മാരേജ് ലൈഫിൽ നിങ്ങളുടെ ആ ഒരു വ്യക്തിയോടൊപ്പമുള്ള ജീവിതം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു ജന്മം ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ജന്മം എടുത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മരണപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കാം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ മരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ കടലുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചിട്ടുണ്ടാവാം. ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡെത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു ഡെത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗത്താൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ജന്മം നിങ്ങളുടെ ജേർണി കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾക്ക് പൂർത്തിയാക്കാത്ത ഒരു ജേർണി നിങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഈ ജന്മം വന്നിട്ടുണ്ട്. നിങ്ങൾ ജനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഡ്രീം ലൈഫ് നിങ്ങൾക്ക് ഈ ഒരു ജന്മം പൂർത്തിയാക്കാൻ കഴിയും എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ ഒരു പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു ജന്മത്തിൽ നിങ്ങളൊരു ഡോക്ടർ ആവാനായിട്ടാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ ഒരു അംബീഷൻ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മം ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് ഒരുപക്ഷെ മരണപ്പെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു ജന്മം എനിക്ക് ഡോക്ടർ ആവണം എന്നൊരു തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വന്നു. നിങ്ങൾ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു തീരുമാനത്തിൽ നിങ്ങൾക്ക് ഇവിടെ എത്തേണ്ടതായി വന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗം മൂലം നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടാവാം കഴിഞ്ഞ ജന്മത്തിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ എന്തെങ്കിലും മാരക രോഗം വന്നായിരിക്കാം നിങ്ങൾ മരിച്ചിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവാം എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് നിങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ടാവാം. ആ ഒരു ജന്മം അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ആ ഒരു ഡോക്ടറിലെ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. റീബർത്ത്, ഈ ഒരു ജന്മത്തെ റീബർത്ത്, പുനർജന്മം നിങ്ങളുടെ അങ്ങനെ ആയിരുന്നിരിക്കാം പലരുടെ. നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികരിൽ നിന്നുള്ള പല പല മെസ്സേജസ് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് പൂർവികരായിട്ടുള്ളവരെ സ്വപ്നം കാണുകയും പല പല മെസ്സേജസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പലർക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്തുകൊണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ ഒരു എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യനുള്ള ആൻസർ അധികം താമസിയാതെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളത് യൂണിവേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഈ ഒരു ജന്മത്ത് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പൂർത്തിയാക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തില് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഒരു നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചിലരും ചോദിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ നല്ല ദാമ്പത്യ ലൈഫ് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് മാറാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ടാവാം. ദൈവത്തോട് വളരെ അടുത്ത് നിങ്ങൾ ആ വിവാഹ ജീവിതത്തോട് വിരക്തി തോന്നുന്ന ഒരവസ്ഥ വരുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ജന്മം ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ട് മാറാനായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നതാണ്. അത് യൂണിവേഴ്സ് നിങ്ങളെ വിളിക്കുന്നതാണ്. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആ ഒരു പ്രീസ്റ്റ് ആയിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നിരിക്കാം. അതൊരു ഈ ജന്മത്തിൽ നിങ്ങൾക്കത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനുള്ള ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവാം. അപ്പൊ അതങ്ങനെ നിങ്ങൾ കരുതിയാൽ മതി. എനിക്ക് ആ ഒരു ലെവലിലേക്ക് പോകാനുള്ളതാണ്, എൻ്റെ ഒരു റീബർത്ത് ആണ്, അത് ദൈവത്തിലേക്ക് പോവേണ്ടതാണെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു ഇങ്ങനെയാണ് എനിക്ക് ഈ ഒരു റീഡിങ് എടുക്കാനായിട്ട് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടോ നോക്കാം. റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.